നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. കണ്ണൂരിലെ ബാങ്ക് ജീവനക്കാരുടെ കലാ സാംസ്കാരിക സംഘടനയായ ക്യൂ ഫിലിം സൊസൈറ്റിയും പാലക്കാട് ഇൻസൈറ്റ് ദി ക്രിയേറ്റീവ് ഗ്രൂപ്പും ചേർന്ന് കണ്ണൂരിൽ കേരള ബാങ്ക് ഹാളിൽ അതീവ ഹ്രസ്വചിത്രങ്ങളുടെ പ്രദർശനം നടത്തുന്നു. ഏപ്രിൽ 23 വൈകിട്ട് 5 മണിക്ക് പ്രദർശനത്തിന് തുടക്കമാവും. 49 ഹ്രസ്വചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. ഗ്രാമപ്രദേശങ്ങളിൽ പഴയ സിനിമകൾ, നമ്മുടെ പണ്ടത്തെ നല്ല സിനിമകൾ കാണിച്ച് ജനങ്ങളെ വീണ്ടും അതൊക്കെ ഒന്ന് ആസ്വദിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുക. അതുപോലെ കോളേജുകളിലും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുമൊക്കെ ഇത്തരം കൊച്ചു സിനിമകൾ കാണിച്ച് വിദ്യാർത്ഥികളെ സിനിമകൾ നിർമ്മിക്കാനായിട്ടും സിനിമകൾ ആസ്വദിക്കാനായിട്ടും പഠിപ്പിക്കാനും പ്രേരിപ്പിക്കാനും ഒക്കെ ഇൻസൈറ്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വരുന്ന സെപ്റ്റംബറിൽ ഇൻസൈറ്റിൻ്റെ 15ാമത് അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലാണ്. അത് ഗംഭീരമായിട്ട് നടത്തണം എന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. എല്ലാവരുടെയും സഹകരണത്തോടുകൂടി അത് നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അവതരിപ്പിക്കാൻ പോകുന്ന സിനിമകൾ ഞങ്ങൾ പിടിച്ച കുറച്ച് സിനിമകളുണ്ട്. പിന്നെ ഞാൻ മാത്രമായിട്ട് പിടിച്ച ചില ഹൈക്കു സിനിമകളെന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പുണ്ട്. പിന്നെ മറ്റ് വിദേശത്ത് നിന്ന് നമുക്ക് മത്സരങ്ങൾക്ക് കിട്ടിയ ഏറ്റവും നല്ല സിനിമകളുടെ ഒരു സെലക്ഷനുണ്ട്. പിന്നെ നമ്മുടെ മത്സരവും ഈ ഫെസ്റ്റിവലൊക്കെ ആരംഭിച്ച ശേഷം വളരെ ചെറിയ ചിത്രങ്ങൾക്ക് പരിഗണന കിട്ടുന്നില്ല എന്നൊരു ആക്ഷേപം കൊണ്ട് നമ്മൾ തുടങ്ങിയ മൈന്യൂട്ട് എന്ന 1 മിനിറ്റിൽ താഴെയുള്ള ചിത്രങ്ങളുടെ കുറേ സാമ്പിളുകൾ, അങ്ങനെ നമുക്ക് അത്തരം ഒരു മത്സരം ആരംഭിക്കും. അതിലേക്ക് കിട്ടിയ നല്ല കുറച്ച് ചിത്രങ്ങളും ഇവിടെ കാണിക്കുന്നുണ്ട്. അങ്ങനെ 4 തരം ചിത്രങ്ങളാണ് നമ്മളിവിടെ കാണിക്കുന്നത്. ഹൈക്കു ചിത്രങ്ങൾ, 1 മിനിറ്റ് ചിത്രങ്ങൾ, 5 മിനിറ്റ് താഴെ ദൈർഘ്യമുള്ള ചിത്രങ്ങൾ, ഇൻസൈറ്റ് നിർമ്മിച്ച ചിത്രങ്ങൾ, തെരഞ്ഞെടുത്ത വിദേശ ഹ്രസ്വചിത്രങ്ങൾ വിഭാഗങ്ങളിലായി 49 ഹ്രസ്വചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. ചിത്രങ്ങൾ മുൻനിർത്തി ഓപ്പൺ ഫോറവും നടക്കും. പ്രവേശനം സൗജന്യമാണ്. സെപ്റ്റംബർ 13, 14 തീയതികളിൽ ഇൻസൈറ്റ് 15ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേള പാലക്കാട് നടക്കും. മേളയുടെ മുന്നോടിയായി കേരളത്തിലുടനീളം ഹ്രസ്വചിത്രങ്ങൾ പ്രദർശിപ്പിച്ച് സാധാരണക്കാരിൽ ഹ്രസ്വചിത്രങ്ങളുടെ ശക്തിയും സൗന്ദര്യവും സ്വാധീന ശക്തിയും സാധ്യതകളും സംബന്ധിച്ച് ശരിയായ അവബോധം ഉണ്ടാക്കുകയാണ് ലക്ഷ്യം. വാർത്താ സമ്മേളനത്തിൽ മേത്തിൽ കോമളൻ, KV വിൽസന്റ്, C മോഹനൻ, KP രഘുനാഥൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം YouTube ചാനൽ സന്ദർശിക്കുക. വാർത്തയുടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.